ഉണ്ടായേക്കാം, വേദന ഉണ്ടായേക്കാം, സന്തോഷത്തിൻ്റെ അവസരങ്ങളും ഉണ്ടാകും. അവയിൽ കൂടെയൊക്കെയും സമചിത്തതയോടെ ജീവിപ്പാനായിട്ടും അവയൊക്കെയും കൃപയോടെ നേരിടുവാനായിട്ടും അവയുടെ മേളിലൊക്കെയും കൃപയോടെ ജീവിപ്പാനായിട്ടും ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങൾ അതെത്രയോ ഭാഗ്യമുള്ള ഒരു അവസരമാകുന്നു. അത് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിൽ ആവുകയുമുള്ളൂ. ഈ ഭദ്രാസനമായി ഓരോ അച്ഛന്മാർക്കും അതാത് ഇടവകകൾ വിട്ട് സമീപമുള്ള ഇടവകയിൽ ഡെപ്യൂട്ടേഷൻ ലഭിച്ചിരിക്കുകയാകുന്നു. അങ്ങനെ കർമ്മേൽ മാർത്തോമ പള്ളി പുനലൂർ, അതായത് എല്ലാവരും അറിയുന്നത് പോലെ പേപ്പർ മിൽ പള്ളി, അവിടുന്ന് എനിക്കിവിടെ വരുവാനായിട്ടുള്ള നിയോഗമാകുന്നു ലഭിച്ചിരിക്കുന്നത്. എൻ്റെ പേര് മാത്യു സാമുവൽ, ഭാര്യയുടെ പേര് പ്രീന മാത്യു. കഴിഞ്ഞ വർഷം കൺവെൻഷനായിട്ട് ഈ പള്ളിയിൽ വന്ന് പ്രസംഗിക്കുകയുണ്ടായി. 2-3 ദിവസം സോണിയച്ചൻ ഇരുന്നതായിട്ടുള്ള സമയത്ത് ഈ പള്ളിയിൽ വരികയുണ്ടായി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 മക്കൾ. മൂത്ത മകൻ കോളേജിൽ പഠിക്കുന്നു, BA പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ അവൻ അഞ്ചൽ സെൻറ്റ് ജോൺസിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം വീട് തിരുവല്ലയാകുന്നു. ഇത് ഞങ്ങളുടെ 21ാം വർഷം ആകുന്നു ഈ ശുശ്രൂഷയിലായിട്ട്. ഇതിന് മുൻപാകെ ഞങ്ങളുണ്ടായിരുന്നത് കാസർഗോഡുള്ള നമ്മുടെ ഒരു പാരാമെഡിക്കൽ കോളേജുണ്ട്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി. കോളേജിൻ്റെ പേര് മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അവിടെ 6 വർഷം ശുശ്രൂഷ ചെയ്തിട്ടാകുന്നു കർമ്മേൽ പള്ളിയിൽ ഞങ്ങൾക്ക് വരുവാനായിട്ടുള്ള സഭയായി നിയോഗം ലഭിച്ചത്. അങ്ങനെ പുനലൂർ പ്രദേശം ഞങ്ങൾ വരികയും ആദ്യമായിട്ടാകുന്ന ഈ പ്രദേശം ഞങ്ങൾ ഈ പുനലൂർ പ്രദേശത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന് മുൻപ് ഞങ്ങൾ കുണ്ട്രയിൽ ഇരുന്നിട്ടുണ്ട്. കൊട്ടാരക്കര വെലങ്ങര സെൻറ്റ് തോമസും നെല്ലിക്കുന്നം ഇമ്മാനുവലും അവിടെയും ഇരുന്നിട്ടുണ്ട്. എന്നാൽ പുനലൂർ പ്രദേശം ഞങ്ങൾ ആദ്യമായിട്ടാകുന്നു കടന്ന് വരുന്നത്. അപ്പോൾ ഈ പ്രദേശം വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശം. ഞങ്ങൾ ഈ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 15 കഴിഞ്ഞു. ഈ നാളുകൾ ഞങ്ങളുടെ ഇടവകയിലുള്ള ഭവനങ്ങൾ സന്ദർശിക്കുകയും ഈ പ്രദേശത്തെ മറ്റ് ഭവനങ്ങളൊക്കെയും സന്ദർശിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം, വളരെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആത്മീക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരും നയിക്കുവാനായിട്ട് താല്പര്യമുള്ളവരുമാകുന്നു. വളരെ സിൻസിയറായിട്ട് ദൈവം മുൻപാകെ ക്രിസ്ത്യ ജീവിതം ജീവിക്കുന്നതായിട്ടുള്ള അനേകം മക്കളുടെ ഒരു നാടാകുന്നു ഈ ഒരു നാട്. അതൊക്കെയും അറിഞ്ഞപ്പോഴും അനുഭവിച്ചപ്പോഴൊക്കെയും വളരെയധികം സന്തോഷമുണ്ട്. ഡയസിസായി ഇവിടെ അയച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നും കൂടെ ആകുന്നു. അതായത് ഡയസിസിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെല്ലുന്നതായിട്ടുള്ള ഇടവകയിലുള്ള ജനങ്ങൾ അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ആഹ്വാനം കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാകുന്നു. നമുക്കറിയാം, നമ്മുടെ ഇടവക അനേക ശുശ്രൂഷകൾ സാമൂഹികമായിട്ട് ദൈവസാക്ഷ്യത്തിനായിട്ട് അനേക ശുശ്രൂഷകൾ ചെയ്ത് വരികയാകുന്നു. ഈ ശുശ്രൂഷകൾ ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള വസ്തുതയാകുന്നു. ഞാൻ വരുന്ന മുൻപ് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ളതായിട്ടുള്ള ശുശ്രൂഷകളാകുന്നു. പുതിയതായിട്ട് ഒന്നും പറയുവാനായിട്ടില്ല. നമ്മളിവിടെ നമ്മുടെ ഏറ്റവും അടുത്ത് നടത്തി വരുന്നതായിട്ടുള്ള വളരെ ശ്രേഷ്ഠമേറിയതായിട്ടുള്ളൊരു ശുശ്രൂഷയാകുന്നുവല്ലോ സ്മൃതി എന്ന്. ഓർമ്മ നഷ്ടപ്പെട്ട മാതാപിതാക്കന്മാരെ അവരുടെ ജീവിതാന്ത്യത്തോളം വളരെ റെസ്പെക്റ്റ് കൊടുത്ത് ശുശ്രൂഷ ചെയ്തു വരുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷ കേന്ദ്രമാകുന്നു സ്മൃതി.
അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവരുടെ പുനരുദ്ധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ശലഭങ്ങൾ, അതുപോലെ ECP എന്ന് പറയുമ്പോൾ അനാഥരായിട്ടുള്ള പെൺകുഞ്ഞുങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പിന്നോക്ക ഭവനങ്ങളിൽ വരുന്നതായിട്ടുള്ള പെൺകുഞ്ഞുങ്ങൾ, അവരുടെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും അത് സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നതായിട്ടുള്ള ഒരു പദ്ധതിയാകുന്നുവല്ലോ ECP. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ജൂബിലി മന്ദിരം, വയോജന മന്ദിരം, ജൂബിലി മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതോടെ ചേർന്ന് ജൂബിലി മന്ദിരവും സ്മൃതിയോടും ചേർന്ന് ഒരു പ്രവർത്തനം കൊണ്ടുണ്ട്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സർവീസ്. അതായത് ക്യാൻസർ രോഗികളായിട്ടുള്ളവർ വേറെ യാതൊരു സഹായം എങ്ങും ലഭിക്കാനില്ല എന്ന് മനസ്സിലാക്കിയ ഭവനങ്ങൾ, അവരുടെ ലൈഫിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് ചേർന്നിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ആ ലാസ്റ്റ് സ്റ്റേജ്, ആ ദിവസങ്ങൾ വേണ്ടിയതായിട്ടുള്ള ശുശ്രൂഷ, അവരെ റെസ്പെക്റ്റ് കൊടുത്ത് അവർക്ക് വേണ്ടിയതായിട്ടുള്ള ശുശ്രൂഷ ചെയ്തു വരുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷ ആകുന്നു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സർവീസ്. അതുപോലെ തന്നെ സ്നേഹാമൃതം കൊട്ടാരക്കര, പുനലൂർ ഈ ടൗണുകളിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതായിട്ടുള്ളൊരു ശുശ്രൂഷയാകുന്നുവല്ലോ. അവിടെ വരുന്നതായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതായിട്ടുള്ളൊരു ശുശ്രൂഷയാകുന്നു സ്നേഹാമൃതം. അതുപോലെ തന്നെ അഡിക്ഷൻ മിനിസ്ട്രി, ആശ്വാസ്, മദ്യപാനികളായിട്ടുള്ളവർ അവരുടെ പുനരുദ്ധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു ശുശ്രൂഷ, അഡിക്ഷൻ മിനിസ്ട്രി, ആശ്വാസ്. നമ്മുടെ ഡയസിസിലുള്ള മിഷൻ ഫീൽഡുകൾ, അതോടൊപ്പം തന്നെ ജൂബിലി മന്ദിരമായിട്ട് ചേർന്ന് നടത്തി വരുന്നതായിട്ടുള്ള ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സെൻറ്റർ. മാനസികമായിട്ട് സമനില തെറ്റി നിൽക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഭാരം അനുഭവിക്കുന്നവർ, ക്ലേശം അനുഭവിക്കുന്നവർ, കുടുംബജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ ആകുന്നു കൗൺസിലിംഗ് സെൻറ്റർ കൊട്ടാരക്കര ആസ്ഥാനമാക്കി നമ്മൾ നടത്തി വരുന്നത്. ഈ ശുശ്രൂഷകൾ, ഇവയിൽ പലതും നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ശുശ്രൂഷയാകുന്നു. എന്നാൽ മറ്റ് ചിലത് ചിലപ്പോൾ പുതുതായിരിക്കാം. എന്നാൽ ഈ ഒരു ശുശ്രൂഷ നമ്മുടെ ഡയസിസ്, നമ്മുടെ സഭയുടെ സാക്ഷ്യമായി സഭാജനങ്ങൾ, ഈ ഡയസിസിലെ ഇടവകയിലുള്ള കുടുംബങ്ങൾ, വ്യക്തി ജീവിതങ്ങൾ അവരുടെ നന്മയ്ക്കായി, അനുഗ്രഹത്തിനായിട്ട് ചെയ്തു വരുന്നതായിട്ടുള്ള ശുശ്രൂഷകളാകുന്നു. ഈ ശുശ്രൂഷകൾ തീർച്ചയായും അതുപോലെ നടക്കുകയില്ലല്ലോ. ഇതിന് സാമ്പത്തികത്തിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം, പ്രാർത്ഥന എത്രമാത്രം ആവശ്യമായിരിക്കുന്നുവോ അത്രയും തന്നെ സാമ്പത്തികത്തിൻ്റെയും ആവശ്യമുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ നോക്കുന്നിടത്തോളം കൊടുക്കുവാനായിട്ട്, നേരിട്ട് പോയി ചിലപ്പോൾ നമുക്ക് ഈ ശുശ്രൂഷകളൊന്നും ചെയ്യുവാനായിട്ടോ അതിൽ പങ്കെടുക്കുവാനായിട്ടോ നമുക്ക് സാധിച്ചു വരികയില്ല. എന്നാൽ ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളുടെ പ്രാർത്ഥനയാലും നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങളാലും. ഈ ഇടവകയിൽ ഡയസിസായി നിയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള തുക 75,000 രൂപയാകുന്നു, 75,000 rupees ആകുന്നു. ഓരോ ഇടവകയിലുള്ള ഓരോ കുടുംബങ്ങളെ അനുസരിച്ചാകുന്നു തുക നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു കുടുംബം ശരാശരി ഒരു 350 രൂപ തന്നാൽ മതിയാകും. നിങ്ങൾ ഈ ഒരു ശുശ്രൂഷയിൽ ഈ ഒരു തുക തന്ന് ഈ ശുശ്രൂഷകളൊക്കെയും വിജയിപ്പിക്കണം എന്ന് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാകുന്നു. ഈ ഇടവകയിൽ നിന്നുള്ള അസംബ്ലി അംഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പരിചയമുള്ള സന്തോഷ്, ഇന്ന് കൂടെ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള സന്തോഷ്. അപ്പോൾ അങ്ങനെ ഈ അസംബ്ലി അംഗങ്ങൾ, നിങ്ങൾ ഈ തുക അവരെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഇടവക ട്രസ്റ്റിയോ ഏൽപ്പിച്ചാലും മതിയാകും. അപ്പോൾ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്കായി ഞാൻ
പ്രതീക്ഷിക്കുന്നു, ഡയസിസ് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പങ്കാളിത്തം ഈ സമയത്ത് ആവശ്യമാകുന്നു, അത്യാവശ്യമാകുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നൽകി സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം ഏവൻഗേലിയോനായിട്ട് വായിച്ചു കേട്ട വേദഭാഗമാകുന്നു. മത്തായി 23, അതിന് 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മാത്യു 23:23-28. ഒരാൾ ഉറക്കെ വായിച്ചാട്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. മതി. കർത്താവേ, അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ പ്രാർത്ഥനയോട് കടന്നു വരുന്നു. അങ്ങയുടെ വചനത്തിന് മുൻപാകെ ഞങ്ങളിരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടണമേ. യേശു കർത്താവിന് വലിയൊരു നാമത്തിൽ തന്നെ. ചൈനയിലോട്ട് പോയതായിട്ടുള്ള ആദ്യത്തെ മിഷണറി, ആ മിഷണറിയുടെ പേരാകുന്നു ഹഡ്സൺ ടെയ്ലർ. ഹഡ്സൺ ടെയ്ലർ ലോകത്തിൽ വെച്ച് ആദ്യത്തെ മിഷണറി ആകുന്നു ചൈനയിലോട്ട് പോകുവാനായിട്ട് മനസ്സ് കാട്ടുകയും ചൈനയിൽ പോകുകയും വിജയകരമായി അവിടുത്തെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തതായിട്ടുള്ള വ്യക്തി ഹഡ്സൺ ടെയ്ലർ. ഹഡ്സൺ ടെയ്ലർ തൻ്റെ ജൂനിയറായിട്ടുള്ള മിഷണറിമാർ അവർക്കൊരു ക്ലാസ് എടുക്കുകയാകുന്നു. അവരെ ചൈനയിലോട്ട് പോകുവാനായിട്ടുള്ള ഒരു നിയോഗം ലഭിച്ചതായിട്ടുള്ള ജൂനിയർ മിഷണറിമാർ ക്ലാസ് എടുക്കുന്നതായിട്ടുള്ള സമയം ഒരു ഗ്ലാസ്സിൽ പാൽ നിറച്ചതായിട്ടുള്ള ഒരു ഗ്ലാസ്, ആ ഗ്ലാസ് ടേബിളിൽ വെക്കുകയുണ്ടായി. ടേബിളിൽ ആ ഗ്ലാസ്, പാൽ നിറഞ്ഞതായിട്ടുള്ള ഗ്ലാസ് വെച്ചിട്ട് ആ ടേബിളിനെ ഒരു 2 പ്രാവശ്യം ഇടിച്ചപ്പോൾ ടേബിൾ കുലുങ്ങി. പാൽ ചില തുള്ളികൾ അല്ലെങ്കിൽ പാൽ അത് സ്പിൽ ഓവർ ചെയ്ത് അത് പുറത്ത്, ഗ്ലാസിന് പുറത്ത്, ആ ടേബിളിന് പുറത്ത് വീഴുകയുണ്ടായി. എന്നിട്ട് തൻ്റെ ജൂനിയർമാരായ ഈ മിഷണറിമാരോട് പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ ഇപ്രകാരമാകുന്നു: It is quite possible that you will be hit hard by many adversities in China. But remember, whatever is inside of you alone will come out at such times. ഇത് പൂർണ്ണമായിട്ടുള്ള സാധ്യതയുണ്ട്. ചൈനയിൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കാരണം ഇടി ലഭിക്കുമെന്നുള്ളത്. എന്നാൽ അപ്രകാരം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലും ഇടി ലഭിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിലും നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്ത് വരികയുള്ളൂ. നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്ത് വരികയുള്ളൂ. പാൽ നിറഞ്ഞതായിട്ടുള്ള ഗ്ലാസ് ആണെങ്കിൽ അതിടിച്ചാൽ പാൽ മാത്രമേ പുറത്ത് വരികയുള്ളൂ. വിഷം നിറഞ്ഞതായിട്ടുള്ള ഗ്ലാസ് ആണെങ്കിൽ അതിടിച്ചാൽ വിഷം മാത്രമേ പുറത്ത് വരികയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ സാരം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യേശുക്രിസ്തു തൻ്റെ
കേൾക്കുന്നതായിട്ടുള്ള കേൾവിക്കാരായിട്ടുള്ള പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നതായിട്ടുള്ള വാക്കുകളാകുന്നു ഇവിടെ നമ്മൾ വായിച്ചത്. സുവിശേഷങ്ങളിൽ അനേകയിടങ്ങളിൽ പരീശന്മാരോടും ശാസ്ത്രിമാരോടും കർത്താവ് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അനേകയിടങ്ങളിൽ പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറ്റപ്പെടുത്തുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ അവയിൽ നിന്നൊക്കെയും കുറച്ചുകൂടി ഒരു ഇൻറ്റൻസിറ്റി, അതിനെ ഒരു കാഠിന്യം കൂടുതലായിട്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ടാകുന്നു നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ ആ ഫീലിംഗ്, കർത്താവിൻ്റെ ഒരു കലങ്ങിയതായിട്ടുള്ള മനസ്സ്, പ്രകോപിതനായി തീരുന്നതായിട്ടുള്ള അനുഭവം, അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിലാകുന്നു ഇവിടെ ഈ പരീശന്മാരോടും ശാസ്ത്രിമാരോടും കർത്താവ് സംസാരിക്കുന്നത്. കർത്താവിന് എല്ലാം സഹിക്കാം, പക്ഷെ കാപട്യം മാത്രം സഹിക്കാനാവുകയില്ല. കപടഭക്തി മാത്രം കർത്താവിന് സഹിക്കാനാവുകയില്ല. അങ്ങനെ അവരുടെ കാപട്യവും കപടഭക്തിയും കണ്ടിട്ട് വേണം കർത്താവ് അവരോട് വളരെ രൂക്ഷമമായി, വളരെ ഇൻറ്റൻസായിട്ട് അവരോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവരെ നോക്കി പറയുന്നു, നിങ്ങൾക്ക് കഷ്ടം. അതിൽ അപ്പുറമായിട്ടുള്ള ഒരു വാക്ക് കർത്താവിൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെയുള്ളവരോട് പറയുന്നതായിട്ടുള്ള വാക്കാകുന്നു, അയ്യോ നിങ്ങൾക്ക് കഷ്ടം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശുദ്ധിയുടെ വസ്ത്രം പുറമേ ധരിച്ച് അശുദ്ധമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളായി തീരുവാനായിട്ട് നമുക്കും ഒരിക്കലും ഇടയായി തീരുവാനായിട്ട് പാടില്ല. വിശുദ്ധിയുടെ വസ്ത്രം പുറമേ ധരിച്ച് അശുദ്ധി നിറഞ്ഞതായിട്ടുള്ള, കാപട്യം നിറഞ്ഞതായിട്ടുള്ള, കപടഭക്തി നിറഞ്ഞതായിട്ടുള്ള മനസ്സുകളുടെ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്കൊരിക്കലും ഇടയായി തീരരുതേ എന്നാകുന്നു നമ്മൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ പുറമേ ഉള്ളതെല്ലാം ക്ലീൻ ചെയ്യുന്നു, കിണ്ടിക്കിണ്ണങ്ങളെയൊക്കെയും നിങ്ങൾ ക്ലീൻ ചെയ്യുന്നു, എന്നാൽ അവയുടെ അകമോ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അകത്ത് കവർച്ചയും അധികാരമോഹവും ദുഷ്ടതയും അനേക പൈശാചികമായിട്ടുള്ള പ്രേരണകളും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വസ്തുതകളാകുന്നു ഉള്ളത്. ഘനമേറിയതായിട്ടുള്ള കാര്യങ്ങൾ വിട്ട് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ആഘോഷിക്കുകയും ഘനമായിട്ടുള്ള കാര്യങ്ങൾ, നീതി, ന്യായം, സ്നേഹം ഇവയൊക്കെയും മറന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതെ, നമ്മുടെ സ്വഭാവ ദാരിദ്ര്യം നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാകുന്നു. കർത്താവ് പറയുന്നത് ദി ഇൻറ്റഗ്രിറ്റി ഓഫ് ദി പേഴ്സണാലിറ്റി, സ്വഭാവ ദാരിദ്ര്യമുള്ള വ്യക്തിത്വങ്ങളായി ജീവിപ്പാനായിട്ട് നിങ്ങൾക്കിടയായി തീരണം. അകമേ ഉള്ളതുപോലെ തന്നെ പുറമേ ജീവിക്കണം, പുറമേ ഉള്ളതുപോലെ തന്നെ അകമേ ജീവിക്കണം. അകത്ത് വിശുദ്ധരായിരിക്കുന്നത് പോലെ തന്നെ പുറമേ വിശുദ്ധരായിരിക്കണം. പുറമേ നിങ്ങൾ വിശുദ്ധി കാണിക്കുന്നുവോ, അകമേ നിങ്ങൾ വിശുദ്ധിയുള്ളവരായി തീരണം എന്നുള്ളതാകുന്നു കർത്താവ് ഇവിടെ പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അങ്ങനെ ജീവിക്കണമെങ്കിൽ ഒരു അല്പം എഫേർട്ട്, ഒരു പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട്. അതൊരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാകുന്നു. സത്യം സംസാരിക്കുകയും തിന്മയെ എതിർക്കുകയും നീതിക്ക് വേണ്ടി നിൽക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യവും അല്ല. അത് മറ്റനേകരുടെ അസൂയയും മറ്റനേകരുടെ വിദ്വേഷമൊക്കെയും നമുക്ക് സമ്പാദിക്കേണ്ടി വരുന്നതായിട്ടുള്ള വസ്തുതയാകുന്നു. കർത്താവ് അങ്ങനെയുള്ളൊരു ജീവിതം ജീവിച്ചതുകൊണ്ടാകുന്നു കർത്താവിന് കുരിശ് മരണം അനുഭവിക്കേണ്ടി വരുന്നത്. കർത്താവ് എന്നു മുതൽ ഈ മതപണ്ഡിതന്മാരോട് ഇപ്രകാരം രൂക്ഷമായി സംസാരിച്ചുവോ, അന്നു മുതൽ അവർ നോക്കിയിരിക്കുകയാകുന്നു ഈ കർത്താവിനെ ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാനായിട്ട്, ഈ കർത്താവിനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി തീർക്കുവാനായിട്ട്, ഈ കർത്താവിനെ കൊല്ലുവാനായിട്ട് അന്നു മുതൽ അവർ തീരുമാനമെടുത്തതായിട്ടുള്ള കാര്യമാകുന്നു. സത്യം സംസാരിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ന്യായം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും
ഈ ഒരു അവസ്ഥ തന്നെ, ഈ ഒരു റിസ്ക് ഏറിയതായിട്ടുള്ള അവസ്ഥ തന്നെ അനുഭവിക്കേണ്ടി വരും. അവയുടെ നടുവിൽ ധൈര്യമായി ധീരതയോടെ ക്രിസ്ത്യ സാക്ഷിയായി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതിൽ കുറഞ്ഞതൊന്നും കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള വസ്തുതയേ അല്ല. അതിൽ കുറഞ്ഞതൊന്നും കർത്താവിനെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു വസ്തുതയും അല്ല. കർത്താവിനെ വിശുദ്ധി നിറഞ്ഞതായിട്ടുള്ള ജീവിതം ജീവിക്കാൻ ഒരു പ്രത്യേക എഫേർട്ടിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം എന്താകുന്നു? കർത്താവിൻ്റെ ഉള്ളിൽ എപ്രകാരമായിരുന്നുവോ അപ്രകാരം കർത്താവിന് പുറമേ ജീവിക്കുവാനായിട്ട് സാധിച്ചത് കൊണ്ട് തന്നെയാകുന്നു കർത്താവ് അപ്രകാരം ഒരു സ്വഭാവ ദാരിഢ്യത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഐക്യമുള്ളവരായി, മാനസികമായി ആത്മീകമായി ദൈവ മനസ്സോട് ഐക്യമുള്ളവരായി ജീവിക്കുക എന്നുള്ളത്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസി ആയിട്ടുള്ളൊരു വസ്തുതയല്ല. അത് നമുക്ക് അതിന് പ്രാർത്ഥനയോടെ അതിനെ നേരിടേണ്ടതായിട്ടുള്ള, പ്രാർത്ഥനയോടെ ജീവിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്നാൽ അത് ചെയ്യാത്തവരെ ഒരിക്കലും കർത്താവ് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു സംഗതിയാകുന്നു. പുറമേ വിശുദ്ധിയുടെ ഒരു മാനം ധരിക്കുകയും വലുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് അവകാശ മുഴക്കുകയും ചെയ്തതായിട്ടുള്ള വ്യക്തികൾ, അവരോട് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന് 22 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറയുകയാകുന്നു, അന്ന് ആ നാളിൽ അനേകർ എൻ്റെ അടുക്കെ വരും. എന്ത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്? കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ലയോ? നിൻ്റെ നാമത്തിൽ അനേക വീര്യപ്രവർത്തികൾ ഞാൻ ചെയ്തിട്ടില്ലയോ എന്ന് വീരവാദം മുഴക്കിക്കൊണ്ട് വരും. കർത്താവ് പറയുന്നു, ഞാൻ അവരോട് അന്ന് പറയും, അധർമ്മം പ്രവർത്തിച്ചവരെ, നിങ്ങൾ എന്നെ വിട്ടു പോകുകയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ആരോടാ പറയുന്നത്? കർത്താവിൻ്റെ നാമത്തിൽ വലിയ വീര്യപ്രവർത്തനങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തവരോടാകുന്നു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പുറമേ ഉള്ളതല്ല കർത്താവ് കാണുന്നത്. പുറമേ ഉള്ളതും കാണും, പക്ഷെ അത് മാത്രമല്ല കർത്താവ് കാണുന്നത്. ആകമേ നീ എങ്ങനത്തെ ഒരു മകളാകുന്നു, നീ എങ്ങനെയുള്ള ഒരു മകനാകുന്നു, ഇത് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള, അതിന് വില കൊടുക്കുന്നതായിട്ടുള്ള ഒരു കർത്താവിനെ ആകുന്നു ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാകുന്നു. ഉപരിപ്ലവമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളല്ല, തെറ്റായിട്ടുള്ള മുൻഗണനകൾ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ജീവിതമല്ല, പിന്നെയോ ആത്മാർത്ഥതയേറിയതായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാനായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. സാധാരണ വ്യക്തികൾ അവരുടെ അശുദ്ധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഇവിടെ പറയുന്നത്, പിന്നെയോ വിശുദ്ധന്മാരായി ജീവിക്കുന്നു എന്ന് സ്വയമേ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള വ്യക്തികളോടാകുന്നു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാകുന്നു എന്നുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അങ്ങനെ ഒരിക്കലും കർത്താവ് എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറയുവാനായിട്ട് പാടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടു പോകുവീൻ ഞാനും നിങ്ങളും. അത് കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പം ഒരു നാളും നമുക്ക് അപ്രകാരം കേൾക്കുവാനായിട്ട് ഇടയായി തീരരുതേ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആത്മാർത്ഥതയേറിയതായിട്ടുള്ള ജീവിതത്തിനുടമകളായി തീരുവാൻ, സ്വഭാവ ദാരിഢ്യമുള്ള ജീവിതത്തിനുടമകളായി തീരുവാൻ, ദൈവസന്നിധിയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന പേരിന് വിളിക്ക് യോഗ്യമായ ജീവിതം ജീവിപ്പാനായിട്ട് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നമ്മളൊരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം.